ജീവിതത്തെ നമ്മുടെ ജീവിതചര്യ നമ്മൾ കൃത്യമായിട്ടും മോഡിഫൈ ചെയ്യുന്ന മാനേജ്മെൻറ്റാണ് ഇവിടെ ആരോഗ്യ മന്ത്രിയിലുള്ളത്. ആയുർവേദത്തിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ടും ഉദ്വർത്തനം പൊടി ഇട്ട് നമ്മളെ ബ്ലഡ് ഫ്ലോയ്ക്ക് റിവേഴ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുമൂലം ഫാറ്റ് ഡിപ്പോസിഷൻ വളരെയധികം കുറയ്ക്കുവാനും ഒപ്പം തന്നെ അതിനോടൊപ്പം സ്വേദനം ചെയ്യുന്നതായിട്ടും വരും. അതുപോലെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ കൃത്യമായിട്ടും സ്റ്റിഫ്നെസ് കുറയുകയും സ്വെല്ലിംഗ് ഉള്ള ബോഡിയൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ടും അതിൻ്റെ ഒരു ഡിക്ലൈൻ ഉണ്ടാവുന്നത് കാണാം. ഇതുപോലെ തന്നെ കിഴികൾ, അതായത് ശരീരത്തിൻ്റെ ഘടന അനുസരിച്ച് അവരുടെ പ്രകൃതി അറിഞ്ഞ് കൃത്യമായിട്ടുള്ള കിഴികളും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കഷായധാരകൾ. കൃത്യമായിട്ടും ആ ഒരു ചൂടിൽ ശരീരം മുഴുവൻ നമ്മൾ ധാര ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാവുന്നതാണ്. ഇനി രണ്ടാമതായി വരുമ്പോൾ ഈ ആയുർവേദത്തിൽ തന്നെ നമ്മൾ കൃത്യമായിട്ടും വസ്തി ചികിത്സ, അതായത് വസ്തി കർമ്മം എന്ന് പറയും, അതായത് ശോധന ചികിത്സകളാണ്. അത് നമ്മൾ ഇന്റേണൽ മെഡിക്കേഷൻസ് ആയിട്ടും ഒപ്പം ക്രിയാകർമ്മങ്ങളായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. യോഗയിലേക്ക് വരുമ്പോൾ ഫിസിക്കൽ എൻറ്റൈറ്റിയോടൊപ്പം തന്നെ മെൻ്റൽ ആയിട്ടുള്ള എൻറ്റൈറ്റിയും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഫിസിക്കലിൽ വരുന്നത് ആസനാസ് ആണ്, കൂടുതലായിട്ടും സ്റ്റാൻഡിങ്ങും സിറ്റിങ്ങും അതുപോലെ തന്നെ സുപ്പൈനും പ്രോൺ പോസ്റ്റേഴ്സും, അതായത് ഒബേസിറ്റി മാനേജ്മെൻറ്റ് തെറാപ്യൂട്ടിക് ആയിട്ടാണ് നമ്മൾ നൽകുന്നത്. അതുപോലെ തന്നെ പ്രാണായാമം, മെഡിറ്റേഷൻ. നമുക്കറിയാം കൂടുതലായിട്ടും ഈ പറഞ്ഞ ഒബേസിറ്റി, അമിതവണ്ണമുള്ള ആളുകൾക്ക് സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഫിയർ, ഇങ്ങനെ പല സൊസൈറ്റിയെ ഫേസ് ചെയ്യാനൊക്കെ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറുവാൻ, നല്ല കോൺഫിഡൻസ് ഉണ്ടാകുവാനും ഈ ഒരു ഒബേസിറ്റി മാനേജ്മെൻറ്റിൽ പ്രാണായാമം, മെഡിറ്റേഷനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. സ്ലീപ്പ് ഡിസോർഡേഴ്സൊക്കെ കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ്. മൂന്നാമതായി നാച്ചുറോപ്പതിയിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും വെജിറ്റേറിയൻ മോഡ്യൂളാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ടൈംലി ഫുഡ് ഹാബിറ്റ്സും നമ്മൾ ഡയറ്റ് പ്ലാൻ കൃത്യമായിട്ടും പേഷ്യൻസിന് കൊടുക്കുന്നതാണ്. അതനുസരിച്ചുള്ള ഡയറ്ററി മോണിറ്ററിങ്ങും ഒപ്പം നമ്മൾ മഡ് തെറാപ്പി മുതലായ ചികിത്സകളും ഇൻറ്റർഗ്രേറ്റഡ് ആയിട്ട് ആയുർവേദം, യോഗ, നാച്ചുറോപ്പതി എന്നീ 3 സിസ്റ്റം ഓഫ് മെഡിക്കേഷനിൽ ഇൻറ്റർഗ്രേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മളിവിടെ ഒബേസിറ്റിക്ക് നൽകുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് ഒബേസിറ്റി മാനേജ്മെൻറ്റിൽ വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പിലാണ് നമ്മൾക്ക് ഒബേസിറ്റി മാനേജ്മെൻറ്റിൽ ആരോഗ്യമന്ത്രിയിൽ സേവനം നൽകുന്നത്.